ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹീതരായവരെ, ഈ വലിയ നോമ്പിന്റെ അനുഗ്രഹീതമായ ദിവസങ്ങളിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവിധ അനുഗ്രഹങ്ങൾ കൊണ്ടും ഈ പ്രഭാതത്തിൽ നിറയ്ക്കട്ടെ എന്ന് സ്നേഹത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രഭാതത്തിന്റെ എവങ്കേലിയോനായിട്ട് പിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ചു തന്നിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 14 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങളാണ്. നമുക്കറിയാം, പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വേദഭാഗമാണ് ശുദ്ധമുള്ള മത്തായി ശ്ലീഹ എഴുതിയ 14-ാം അധ്യായത്തിന്റെ വേദഭാഗം. അതിന്റെ കാരണം, അവിടെ കർത്താവായ യേശു മിശിഹ തന്റെ കുർബാന സ്ഥാപിക്കുന്നതിന് മുന്നോടിയായിട്ട് മരുഭൂമിയിൽ വിജനപ്രദേശത്ത് വെച്ച് തന്റെ പ്രിയപ്പെട്ട ശ്ലീഹന്മാരുടെയും ജനങ്ങളുടെയും മുമ്പിൽ വെച്ച 5 അപ്പം എടുത്ത് 5000 പുരുഷന്മാർക്ക് നൽകുന്ന അനുഗ്രഹീതമായ ആ അടയാളങ്ങളെ രേഖപ്പെടുത്തുന്ന ഭാഗമാണ്. അതിന്റെ 1-ാമത്തെ ഭാഗത്തിൽ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, യേശു തമ്പുരാൻ ചെന്നപ്പോൾ വളരെ പുരുഷാരത്തെ കണ്ട് ആ പുരുഷാരത്തിൽ മനസ്സലിവ് തോന്നി എന്നവിടെ എഴുതിയിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ അധ്യായത്തിന്റെ പശ്ചാത്തലം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും. 14-ാം അധ്യായത്തിലാണ് യോഹന്നാൻ ശ്ലീഹ ശിരച്ഛേദം ചെയ്യപ്പെട്ടു എന്ന വിവരം യേശു തമ്പുരാനെ തന്റെ ശിഷ്യന്മാർ അറിയിച്ചതിന്റെ ആ ഗാഢമായ ദുഃഖത്തിൽ യേശു തമ്പുരാൻ പ്രാർത്ഥിച്ച് തനിച്ചിരിക്കുവാനായിട്ട് പോകുന്ന സമയത്ത് ജനങ്ങൾ യേശുവിനെ കാണുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ ഇത്രയധികം ദുഃഖത്തിന്റെ നടുവിലിരിക്കുന്ന യേശു തമ്പുരാൻ ആ ജനങ്ങൾ കടന്നു വന്നത് കണ്ടിട്ട് അവന്റെ ദുഃഖത്തെ ഗൗനിക്കാതെ, അവന്റെ ക്ഷീണത്തെ ഗൗനിക്കാതെ, അവന്റെ പ്രിയപ്പെട്ടവന്റെ മരണത്തെ ഗൗനിക്കാതെ അവിടെ മനോഹരമായിട്ട് കാണുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ദുഃഖം മനസ്സിലായി അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് കർത്താവ് ഇറങ്ങി തിരിച്ചു എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിന്റെ കാലയളവിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ പാപികളായിരുന്നാലും നമ്മൾ ഏതു സമയത്തും നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ് കർത്താവ് യേശു മിശിഹ. ആരും നമ്മളെ ഗൗനിച്ചില്ലെങ്കിലും, ആരും നമ്മളെ മാനിച്ചില്ലെങ്കിലും, എന്നെ കേൾക്കുന്ന എന്റെ വേദനകളെ തിരിച്ചറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്ന് നാം ഈ പ്രഭാതത്തിൽ തിരിച്ചറിയണം. ഏത് സമയത്തും ഒരു മടി കൂടാതെ എനിക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന ഇടമാണ് എൻ്റെ യേശുവിന്റെ അരിക് എന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് കാണുകയാണ്, കർത്താവിന്റെ അടുക്കൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ 5000-ഓളം വരുന്ന പുരുഷന്മാർ മാത്രം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, സന്ധ്യയാകാറായ സമയത്ത് ശിഷ്യന്മാർ അടുത്ത് ചെന്നിട്ട് യേശുവിനോട് പറയാം, കർത്താവെ, നേരം വൈകി, പുരുഷന്മാരെ തിരിച്ച് വീട്ടിൽ അയക്കണം. കാരണം അവർക്ക് ഈ വിജനപ്രദേശത്ത് എവിടെ നിന്നാണ് അപ്പം കഴിക്കാനായിട്ട് പറ്റുക, വെള്ളം കുടിക്കാനായിട്ട് പറ്റുക. പ്രിയപ്പെട്ടവർ, ഇത് തിരിച്ചറിവിന്റെ ഒരു മേഖലയാണ്. ഈ പുതിയ നിയമസഭയിൽ നമ്മളെല്ലാം ഈ ശിഷ്യന്മാരെ പോലെ, ശ്ലീഹന്മാരെ പോലെ, അപ്പോസ്തോലന്മാരെ പോലെ വർത്തിക്കേണ്ടുന്ന ഒരു കാലഘട്ടമായിട്ട് മാറുന്നുണ്ട്. നമുക്ക് ചുറ്റും നിൽക്കുന്ന ആളുകളുടെ വിശപ്പിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ പ്രഭാതത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടി. ശ്ലീഹന്മാർ പറഞ്ഞത് അവരുടെ വിശപ്പിനെ കുറിച്ചല്ല, അവരുടെ ദാഹത്തെ കുറിച്ചല്ല. ഈ വിജനപ്രദേശത്തിരുന്ന് കണ്ണുനീരോടുകൂടെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വേദനകളെ തിരിച്ചറിയാൻ ശ്ലീഹന്മാർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഈ നോമ്പിൽ പ്രിയപ്പെട്ടവരെ, നോമ്പ് അതിന്റെ പകുതി കഴിഞ്ഞ് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് യാത്രയായിക്കൊണ്ടിരിക്കുമ്പോൾ അപരന്റെ വിശപ്പിനെയും അപരന്റെ ദാഹത്തെയും തിരിച്ചറിയാൻ ഇന്ന് വരെ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, ഒരു രോഗിയെ പോയി കാണാൻ, അവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പണം നൽകുവാന് എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ശ്ലീഹന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം നടക്കുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അവിടെ നടക്കുന്ന കാര്യം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇതാ നിങ്ങളുടെ പക്കൽ എന്തുണ്ട് എന്ന് കർത്താവ് ചോദിക്കുകയാണ്. അവരെ പറഞ്ഞു വിടേണ്ടത് ആവശ്യമില്ല, നിങ്ങൾ തന്നെ അവർക്ക് കൊടുക്കുവാനായിട്ട് കഴിയുമെന്ന് യേശു തമ്പുരാൻ ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ കാര്യമുണ്ട്. യേശു തമ്പുരാൻ കുറച്ച് അപ്പം കൊടുക്കുന്നതിന്റെ കാര്യമല്ല അവിടെ പറയുന്നത്. ഏത് മരുഭൂമിയിൽ വെച്ചാണോ പഴയ നിയമ കാലഘട്ടത്തിൽ തങ്ങളുടെ ഇസ്രായേൽ ജനം ഈ മരുഭൂമിയാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ തള്ളിപ്പറഞ്ഞ അതേ വിജനപ്രദേശത്ത് പുതിയ നിയമസഭ വന്ന് കൂടിയിരിക്കുന്ന സമയത്ത് കർത്താവ് പറയാണ്, മന്നയല്ല, കാടപ്പക്ഷിയല്ല ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് പറഞ്ഞ് ആ 5 അപ്പം എടുത്ത് തന്റെ കൈകളിൽ പിതാവിനെ ഉയർത്തി കുർബാനയുടെ മുന്നോടിയായിട്ട് അവന്റെ ശരീരരക്തങ്ങൾ എന്ന രൂപേണ ആ 5 അപ്പം എടുത്ത് ഉയർത്തിയ സമയത്ത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയേണ്ടുന്ന മനോഹരമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ പറയുന്ന കാര്യം, ഇത് ഭക്ഷിച്ചില്ലെങ്കിൽ ഇവർക്ക് അവരുടെ വീടുകളിൽ ചെന്നു ചേരാൻ സാധിക്കും. ഏതാണ് ഈ വീട്? സ്വർഗം എന്ന വീടാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗം എന്ന വീട്ടിൽ ചെന്നു ചേരാൻ വിശുദ്ധ കുർബാന അനുഭവം മതിയായേ പറ്റൂ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ,
കർത്താവ് കൈകളിൽ എടുത്തുയർത്തിയത് ഒരു അപ്പം മാത്രമല്ല, നമ്മുടെയൊക്കെ നിത്യജീവന് വേണ്ടിയിട്ടുള്ള ആഹാരമായ വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ വിശുദ്ധ കുർബാനയെ മരണമില്ലായ്മയുടെ അനുഭവം എന്നൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ വിശുദ്ധ കുർബാനയാണ് തന്റെ കൈകളിൽ എടുത്ത് ഉയർത്തുന്നതിന് മുന്നോടിയായിട്ട് അപ്പം എടുത്ത് ഉയർത്തിയപ്പോൾ നമ്മൾ അറിയേണ്ടുന്ന കാര്യം, ഈ വിശുദ്ധ കുർബാനയിലൂടെ അല്ലാതെ നമുക്ക് സ്വർഗരാജ്യത്തിൽ ചെന്നു ചേരുവാനായിട്ട് സാധിക്കുകയില്ല. എന്നിട്ട് മിച്ചം വന്ന കുട്ടകൾ 12 കുട്ടകൾ നിറച്ചെടുത്തു എന്നാണ് പറയുക. പ്രിയപ്പെട്ടവർ, എന്താണ് അതിന്റെ രഹസ്യം? ഈ വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുന്ന മനുഷ്യൻ, അവൻ വ്യക്തിപരമായി അവന്റെ അപ്പനാകട്ടെ അമ്മയാകട്ടെ കുർബാനയെ സ്വീകരിക്കാൻ വന്നു. എന്നാൽ ആ കുർബാനയെ സ്വീകരിച്ചിട്ട് അവന്റെ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ അവന്റെ മക്കൾ അവിടെ വചനം കേൾക്കാതെ കുർബാന അനുഭവിക്കാതെ ഇരിക്കുന്നുണ്ടാകാം. എന്നാൽ കുർബാന അനുഭവിക്കുന്ന അമ്മയുടെ വിശ്വാസത്തെ കണ്ട് അവന്റെ വിശ്വാസത്തിന്റെ പേരിൽ അവന് വേണ്ടി കുറെ കുട്ടകൾ അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആ കുട്ടകൾ ഈ അപ്പന്റെ അമ്മയുടെ വിശ്വാസത്തിന്റെ കുർബാന അനുഭവത്തിന്റെ ഭാഗമായിട്ട് തന്റെ മക്കൾക്ക് നൽകുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങൾ കുർബാന അനുഭവിച്ചാൽ, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ യൂറോപ്പിലുള്ള ഏത് രാജ്യത്തിരിക്കുന്ന നിങ്ങളുടെ മക്കളുടെ വിശ്വാസത്തെ വളർത്തുവാൻ സാധ്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മത്തായിയുടെ സുവിശേഷം 14 മുതലുള്ള 23 വരെയുള്ള ഭാഗങ്ങൾ 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അതിലൊന്നാമതായിട്ട് നമ്മളെ കണ്ട് മനസ്സൊലിയുന്ന ഒരു തമ്പുരാനുണ്ട്, എൻ്റെ വേദനകളെ തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഈ പ്രഭാതത്തിൽ മനസ്സിലാക്കുക. രണ്ടാമത്, ആ ശിഷ്യന്മാരെ പോലെ തന്റെ മുമ്പിലിരിക്കുന്നവരുടെ വിശപ്പിനെ, ദാഹത്തെ, ഭൗതികമായ അവസ്ഥയെ തിരിച്ചറിയുവാനുള്ള ഒരു മനസ്സ് ഈ നോമ്പിൽ വേണം. മൂന്നാമതായിട്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന, അതിന് മുന്നോടിയായിട്ട് കർത്താവ് ഉയർത്തിയ ആ അപ്പം കഴിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഭവനത്തിൽ, സ്വർഗീയ ഭവനത്തിൽ ചെന്ന് ചേരാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആ വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ഈ നോമ്പിന്റെ കാലയളവിൽ കർത്താവിനോട് ചേർന്ന് ഈ നോമ്പ് അവസാനിച്ചാലും വിശുദ്ധ കുർബാനയോട് അതിയായ താല്പര്യമുള്ളവരായി മാറാൻ ദൈവം തമ്പുരാൻ ഈ പ്രഭാതത്തിൽ നമ്മെ ഇടവരുത്തട്ടെ എന്ന് ഏറെ സ്നേഹത്തോടുകൂടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.